പാഠം 1. അല്ലാഹു സുബ്ഹാനഹു വ തആല. ആകാശലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തൊരു ഭംഗി! അവയെല്ലാം ചെറുതാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? ഭൂമിയേക്കാൾ എത്രയോ വലിയ ഭീമാകാരമായ ഗോളങ്ങളാണ് ഓരോ നക്ഷത്രവും. കോടാനുകോടി നക്ഷത്രങ്ങൾ തട്ടാതെ മുട്ടാതെ ശൂന്യാകാശത്ത് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. സൂറത്തു യാസീൻ 40. വാഹനങ്ങൾ ഒഴുകി നടക്കുന്ന സുന്ദരമായ റോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കപ്പലുകൾ സഞ്ചരിക്കുന്ന പാതകൾ സമുദ്രത്തിലുണ്ട്. വിമാനങ്ങൾ സഞ്ചരിക്കാൻ വ്യോമയാന മാർഗങ്ങൾ മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്നു. ആധുനിക ഉപകരണങ്ങളുടെ പിൻബലത്തോടെ നിരന്തരം നിരീക്ഷണം നടത്തിയിട്ടും കപ്പലുകൾ കൂട്ടിമുട്ടുന്നു, വിമാനങ്ങൾ അപ്രത്യക്ഷമാകുന്നു, റോഡപകടങ്ങൾ നിത്യസംഭവങ്ങളാകുന്നു. സർവശക്തനായ അല്ലാഹു തആല നിശ്ചയിച്ച സഞ്ചാരപാതയിലൂടെ നീന്തി തുടിക്കുന്ന കോടാനുകോടി നക്ഷത്രങ്ങൾ മാത്രം ഒരപകടത്തിലും പെടുന്നില്ല. എന്തുകൊണ്ട്? സർവജ്ഞനായ അല്ലാഹുവിൻ്റെ നിയന്ത്രണം കൊണ്ട്. ഒരാളെയും ആശ്രയിക്കാതെ തീർത്തും സർവതന്ത്ര സ്വതന്ത്രമായി അനുനിമിഷം ഈ ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു അല്ലാഹു. എത്ര ഉന്നതൻ! നാം ജനിക്കുമ്പോൾ നമ്മുടെ വായിൽ പല്ലുകളില്ല. പിന്നീട് അത് മുളക്കുന്നു. നിശ്ചിത വലിപ്പമായാൽ വളർച്ച നിൽക്കുന്നു. ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. ചെറിയ വായിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വലിയ പല്ലുകൾ ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ഇത്ര ശാസ്ത്രീയമായി കാര്യങ്ങൾ സംവിധാനിക്കുന്നതിൻ്റെ പിന്നിൽ ആരാണ്? സർവശക്തനായ അല്ലാഹു തന്നെ. നമുക്ക് ഊർജവും പ്രകാശവും നൽകുന്ന സൂര്യനില്ലേ? അത് നമ്മോട് അടുത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്നെങ്കിൽ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് നാമൊക്കെ കത്തിച്ചാമ്പലാകുമായിരുന്നു. നിലവിലുള്ളതിനേക്കാൾ വളരെ മുകളിലാണെങ്കിലോ നാം ഒക്കെ തണുത്തു വിറങ്ങലിച്ചു പോകുമായിരുന്നു. ഇത്ര കൃത്യവും വ്യക്തവും ഭദ്രവുമായി സർവ്വഗോളങ്ങളും നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് മുമ്പിൽ നമുക്ക് അങ്ങേ അറ്റത്തെ വിനയം പ്രകടിപ്പിക്കാം. നിസ്കാരത്തിൽ സുജൂദിൽ നാം ചൊല്ലുന്ന ദിക്ർ എത്ര അർത്ഥവത്താണ്! സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. പാഠം 2. അശ്ശിർക്കു. സർവ്വ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. നമുക്ക് ജീവിത വിഭവങ്ങൾ ഒരുക്കിത്തരുന്നതും അവൻ തന്നെ. ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അവനാണ്. ഭൗതികവും അഭൗതികവുമായ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അവൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. അവൻ കഴിവ് നൽകാതെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ നമുക്ക് കഴിയില്ല. അവനെ അനുസരിക്കുന്നവർക്ക് അവൻ സ്വർഗം നൽകും. അവനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അവൻ ശിക്ഷ നൽകും. അള്ളാഹു ദാത്തിലും അഥവാ സത്തയിലും, സിഫാത്തിലും അഥവാ വിശേഷണങ്ങളിലും, അഫ്ആലിലും അഥവാ പ്രവർത്തനങ്ങളിലും ഏകനാണ്. ഈ വിശ്വാസത്തിന് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നു. അവൻ ഒരാളുടെ പിതാവോ സന്തതിയോ അല്ല. അവൻ എത്ര വിശുദ്ധൻ! എല്ലാ കഴിവുകളുടെയും ഉടമയാണവൻ. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ താഴ്മയ്ക്ക് അർഹൻ അവൻ മാത്രമാണ്. നാം അവന് പരമമായി താഴ്മ ചെയ്യണം. അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊള്ളുകൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് അഥവാ ആരാധന. മുസ്ലിങ്ങളായ നാം ഇബാദത്തിന് അർഹനായി വിശ്വസിക്കുന്നത് ഏകനായ അള്ളാഹുവിനെ മാത്രമാണ്. അവനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക് അഥവാ ബഹുദൈവ വിശ്വാസം. അപ്പോൾ അള്ളാഹുവിൻ്റെ കേൾവി, കാഴ്ച, അറിവ്, ശക്തി മുതലായ സിഫത്തുകളോട് സാദൃശ്യമായ സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കലും അവകാശപ്പെടലും ഷിർക്കാണ്. അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. ഖുർആൻ പറയുന്നു, ഇന്ന ശിർക ലദുൽമുൻ അളീം. സൂറത്ത് ലുഖ്മാൻ 13. അംബിയാ, ഔലിയാ, ശുഹദാ തുടങ്ങിയവർ സച്ചരിതരും സദ്വൃദ്ധരുമാണ്. അവരെ നാം ആദരിക്കണം. അള്ളാഹുവിൻ്റെ കഴിവ് കൂടാതെ മുജിസത്തോ കറാമത്തോ പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. പക്ഷേ അവർ അള്ളാഹു ഇഷ്ടപ്പെട്ടവർ ആയതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നടപ്പാക്കി കൊടുക്കും. അവർ മുഖേന അള്ളാഹുവിനോട് അഭ്യർത്ഥന നടത്തുന്നത് പുണ്യവും പ്രവാചക മാതൃകയുമാണ്. ഒരിക്കൽ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു പുരുഷൻ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തരിക. അപ്പോൾ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആ ഇതായിരുന്നു,
اللهم إني أسألك وأتوجه إليك بنبيك محمد نبي الرحمة يا محمد إني توجهت بك إلى ربي في حاجتي هذه فتقضي لي اللهم الشفيع فيها. തുർമുദി. ഇപ്രകാരം അദ്ദേഹം ദുആ ചെയ്തു. ഉടനെ തന്നെ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടി. സാരം: അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, കാരുണ്യത്തിൻ്റെ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിന്നിലേക്ക് ഞാൻ അഭിമുഖീകരിച്ചിരിക്കുന്നു. മുഹമ്മദ് നബിയെ, നിശ്ചയം തങ്ങളെ മുൻനിർത്തി എൻ്റെ റബ്ബിലേക്ക് എൻ്റെ ഈ ആവശ്യത്തിൽ ഞാൻ മുന്നിടുന്നു. തങ്ങൾ എൻ്റെ ആവശ്യം നിറവേറ്റിത്തന്നാലും അല്ലാഹുവേ, എൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ നീ സ്വീകരിക്കണമേ. പാഠം 3. അൽ മുഅ്ജിസത്തു. അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. അവർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. മാജിക് അസാധാരണ സംഭവമാണെങ്കിലും അത് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും. എന്നാൽ മുഅ്ജിസത്ത് അംബിയ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് മുഅ്ജിസത്തിൻ്റെ പ്രത്യേകത. മാത്രമല്ല, മാജിക് പരാജയപ്പെടുത്താൻ കഴിയും. ശത്രുക്കൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ജീവനോടെ കത്തിച്ചു കളയാൻ തീരുമാനിച്ചു. അതിനായി ധാരാളം വിറകുകൾ ശേഖരിച്ചു. വിറകുകൾ ആളിക്കത്താൻ തുടങ്ങി. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ആ ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് അവർ എറിഞ്ഞു. ഒരു പോറലും ഏൽക്കാതെ അഗ്നി ജ്വാലകൾക്കിടയിലൂടെ പുഞ്ചിരി തൂകിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പുറത്തേക്ക് നടന്നു വന്നു. ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തീ ഇബ്രാഹിം അലൈഹി സ്വലാമിന് നൽകിയത്. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്താണ്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കൈവശം ഒരു വടി ഉണ്ടായിരുന്നു. അത് താഴെയിട്ടാൽ ഭീമാകാരമായ ഒരു സർപ്പമായി മാറും. കയ്യിലെടുത്താൽ അത് വീണ്ടും വടിയാകും. ഈസാ നബി അലൈഹി സ്വലാം മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു. ഒരിക്കൽ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കേൾവിയായ ഒരു സ്ത്രീ ഈസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, എനിക്ക് ആകെയുള്ള ഒരു മകനാണ് മരിച്ചുപോയത്, അവന് ജീവൻ തിരിച്ചു നൽകിയാലും. കട്ടിലിൽ കിടക്കുന്ന ആ മയ്യത്തിനോട് അള്ളാഹുവിൻ്റെ അനുമതിയോട് കൂടി നീ എഴുന്നേൽക്കൂ എന്ന് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. അയാൾ ഉടനെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. പിന്നീട് ആ മയ്യത്ത് കട്ടിലിൽ അദ്ദേഹമാണ് ചുമന്നു കൊണ്ടുപോയത്. ഇത്തരം ധാരാളം മുഅ്ജിസത്തുകൾ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇസ്രാ മിറാജ് യാത്രകൾ, ചന്ദ്രൻ പിളർന്ന സംഭവം, ജനങ്ങൾക്ക് വെള്ളം ആവശ്യമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം പ്രവഹിച്ചത്, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, കല്ലുകൾ മുതലായവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചത് തുടങ്ങിയവ അവയിൽ ചിലതാണ്. പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അത്ഭുതകരമായ ആ കിതാബ് പഠിച്ചതും വിലയിരുത്തിയും ധാരാളം ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ മരണാനന്തരവും നിലനിൽക്കുന്നതാണ്. പാഠം 4. അൽ കറാമത്തു. വലിയ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഔലിയ. മഹാത്മാക്കൾക്ക് ഔലിയ എന്ന് നാം പറയുന്നു. അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. അള്ളാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണവർ. യാതൊരുവിധ ഭയവും ദുഃഖവും അവർക്കുണ്ടാകില്ല. അള്ളാഹു തആല പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സൂറത്ത് യൂനുസ് 62. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. ഔലിയാക്കളെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. അവരെ അവമതിക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ നമ്മിൽ നിന്ന് ഉണ്ടായിക്കൂടാ. അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ബുഖാരി. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഗവർണറായി നിയമിച്ചു. ഭരണം മംഗളമായി മുമ്പോട്ട് പോകുന്നു. അതിനിടെ അവിടുത്തെ ജനങ്ങൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഇപ്രകാരം പറഞ്ഞു, നൈൽ നദിക്കൊരു പതിവുണ്ട്. ഓരോ വർഷം സുന്ദരിയായി ഒരു പെൺകുട്ടിയെ അണിഞ്ഞൊരുക്കി നേരിലിടണം.
എങ്കിൽ മാത്രമേ അത് ഒഴുകൂ. ഇപ്പോൾ അതിൻ്റെ സമയമാണ്. അംബറുൽ ആസ് റളിയല്ലാഹു പറഞ്ഞു, പരിശുദ്ധ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. പതിവ് പോലെ അത് ലഭിക്കാത്തതിനാൽ നൈൽ നദിയുടെ ഒഴുക്ക് നിന്നു. ജനങ്ങൾ ഭയപ്പെട്ടു. ഗവർണർ ഖലീഫ ഉമർ റളിയല്ലാഹുവിന് കത്തെഴുതി. ഉടനെ ഉമർ റളിയല്ലാഹു ഒരു കത്ത് കൊടുത്തയക്കുകയും അത് നൈൽ നദിയിൽ ഇടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ആ കത്ത് നൈൽ നദിയിൽ ഇട്ട ഉടനെ നൈൽ ഒഴുകാൻ തുടങ്ങി. പിന്നീട് അതിൻ്റെ ഒഴുക്ക് ഒരിക്കലും നിലച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹുവിൻ്റെ കത്തിൽ വാചകം ഇപ്രകാരമായിരുന്നു: മിൻ അബ്ദില്ലാഹി ഉമർ ഉൽ ഖത്താബ് അമീർ അൽ മുഅ്മിനീൻ ഇലാ നൈൽ മിസ്ർ അമ്മാ ബഅദ് ഫഇൻ കുൻതി തജ്രി മിൻ ഖിബലികി ഫലാ തജ്രി വഇൻ കാന അല്ലാഹു യുജ്രീക ഫസ്അലുൽ വാഹിദൽ ഖഹാർ അൻ യുജ്രീക. ലൈനദി, നീ നിന്റെ ഇഷ്ടത്തനുസരിച്ചാണ് ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകാതെ നിൽക്കുക. അതല്ല, നിന്നെ ഒഴുക്കുന്നത് അള്ളാഹു ആണെങ്കിൽ വാഹിദും ഖഹാറുമായ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഈ സംഭവം ഉമർ റളിയല്ലാഹുവിൻ്റെ ഖറാമത്തായിരുന്നു. ജീവിതകാലത്ത് തന്നെ പോലെ മഹാത്മാക്കൾക്ക് മരണാനന്തരവും ഖറാമത്തുകൾ ഉണ്ടാകുന്നതാണ്. പാഠം 5. അസ്ഹാബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. അവർ സത്യസന്ധരും നീതിമാന്മാരും അമ്പിയാക്കൾ അല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരുമാകുന്നു. അവരെ സ്നേഹിക്കലും ആദരിക്കലും നമുക്ക് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 100,000-ൽ പരം സ്വഹാബികൾ ഉണ്ടായിരുന്നു. അവരിൽ 10 പേർ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരാണ്. സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ അൽ ഖുലഫാ ഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെട്ട അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും എന്നിവരാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേർ: 1 അബൂബക്കർ ബിനു അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു, 2 ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, 3 ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 4 അലി ബിനു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, 5 സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു, 6 സഈദ് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹു, 7 സുബൈർ ബിനുൽ അവാം റളിയല്ലാഹു അൻഹു, 8 തൽഹത്ത് ബിനു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, 9 അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, 10 അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. എൻ്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. പാഠം 6. അഹ്ലുസുന്നത്തി വൽ ജമാ. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. ഇസ്ലാമിൻ്റെ പേരിൽ പല കക്ഷികളും ലോകത്ത് പ്രവർത്തിക്കുന്നു. നിരപരാധികളെ കൊന്നൊടുക്കുന്നു. ചാവേർ സ്ഫോടനങ്ങൾ നടത്തുന്ന ചില തീവ്രവാദികൾ പോലും ഇസ്ലാമിൻ്റെ പേരിലാണ് പ്രവർത്തിക്കുന്നത്. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം അഹ്ലുസുന്നത്തി വൽ ജമാ മാത്രമാണ്. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിവയാണല്ലോ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ. ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത്. ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാ. വ്യക്തമായ മതവിധികളുള്ള ഒരു കാര്യത്തിൻ്റെ വിധി വ്യക്തമായ മതവിധി ഇല്ലാത്ത അതുപോലുള്ള മറ്റൊരു വിഷയത്തിന് ബാധകമാക്കലാണ് ഖിയാസ്. സച്ചിതരായ സഹാബത്ത് ഖുർആൻ, അതിൻ്റെ വ്യാഖ്യാനമായ സുന്നത്ത് എന്നിവയിൽ നിന്നും മതവിധികൾ കണ്ടെത്തി മതനിയമങ്ങളുടെ പൂർണ്ണതയ്ക്ക് ഇജ്മാഉം ഖിയാസും അവർ ആധാരമാക്കി. അവർ സ്വീകരിച്ച മാർഗത്തിലൂടെ മുജ്തഹിദുകളായ ഇമാമുകൾ മതനിയമങ്ങൾ ക്രോഡീകരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തു. ഇതിനാണ് മദ്ഹബുകൾ എന്ന് പറയുന്നത്. വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ചത് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റഹിമഹുല്ലാ എന്നവരും ഇമാം അബു മൻസൂരിനിൽ മാതുരിദി റഹിമഹുല്ലാ എന്നവരുമാണ്. കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ചത് ഇമാം അബു ഹനീഫ റഹിമഹുല്ലാ, ഇമാം മാലിക് റഹിമഹുല്ലാ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ എന്നിവരുമാണ്. സത്യസന്ധരായ ഈ മതവിധികൾ അംഗീകരിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാ. പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ബിദ്അകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം ശ്രദ്ധിക്കൂ.
സതഫ്തരികു ഉമ്മത്തി അലാ 73 മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദത്തൻ ഖാലൂ മൻ ഹിയ യാ റസൂലല്ലാഹ് ഖാല മാ അന അലൈഹി വഅസ്ഹാബി. തുർമുദി. എൻ്റെ സമുദായം 73 വിഭാഗങ്ങളായി വേർതിരിയും. ഒരു വിഭാഗം ഒഴികെ മറ്റു വിഭാഗങ്ങൾ മുഴുവനും നരകത്തിലാണ്. അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ആരാണ് ആ വിഭാഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും എൻ്റെ സഹാബത്തും സഞ്ചരിച്ച മാർഗമാണ്. ഖുർആനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് അപകടകരമാണ്. മരണാനന്തരം മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകൾ നിഷേധിക്കുക, ജുമയുടെ ഒന്നാമത്തെ ബാങ്ക് അനാചാരമാണെന്ന് പറയുക, 20 റക്അത്ത് തറാവീഹിനെയും സുബ്ഹിയിലെ കുനൂത്തിനെയും അനാചാരമാക്കുക, സലാത്തും ദിക്റും കൂട്ടമായി ചൊല്ലുന്ന തള്ളിപ്പറയുക, ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുക തുടങ്ങിയവ മുബത്തദികളുടെ ചില അടയാളമാണ്. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗമായ സുന്നത്ത് ജമാഅത്തിനെ പിൻപറ്റി സ്വർഗ വിഭാഗത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. പാഠം 7. അദ്ദുആഉ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും അത്യധികം ദുഃഖവും സങ്കടവും ഉണ്ടാക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാറില്ലേ? നമുക്കോ അടുത്ത ബന്ധുക്കൾക്കോ ഗുരുതരമായ രോഗം വന്നു, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിലാകാറില്ലേ? എന്നാൽ നാം എന്തു ചെയ്യും? മനസ്സറിഞ്ഞ് ഏകനും സർവശക്തനും ആരാധ്യനുമായ റബ്ബിനോട് പ്രാർത്ഥിക്കും, അല്ലേ? പലപ്പോഴും റബ്ബ് നമുക്ക് ചോദിച്ചത് തന്നെ നൽകുകയും ചെയ്യും. അത് നമ്മിൽ പലരുടെയും അനുഭവങ്ങളാണ്. മനുഷ്യൻ ദുർബലനും നിസ്സഹായകനുമാണ്. അള്ളാഹുവിനെ ആശ്രയിക്കാതെയും അവൻ്റെ സഹായമില്ലാതെയും മനുഷ്യനൊന്നും ചെയ്യാനാകില്ല. നല്ല റോഡ്, നല്ല വാഹനം, വിദഗ്ധനായ ഡ്രൈവർ, എന്നാൽ പോലും സുരക്ഷിതമായ യാത്രക്ക് നാം അള്ളാഹുവിൻ്റെ സഹായം തേടണം. വാഹനം പുറപ്പെടുമ്പോൾ ചെല്ലേണ്ട പ്രത്യേക പ്രാർത്ഥന തന്നെ ഉണ്ടല്ലോ. ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് അദ്ദുആഉ, പ്രാർത്ഥന. അപ്പോൾ ക്രൈസ്തവ സഹോദരൻ യേശുവിനോട് നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയാണ്. ഒരു ഹൈന്ദവ സഹോദരൻ ഗുരുവായൂരപ്പനോട് നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ലാത്തയോടും മറ്റും നടത്തിയിരുന്ന സഹായാർത്ഥന പ്രാർത്ഥനയാണ്. മുസ്ലിങ്ങൾ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥന തന്നെ. എന്നാൽ മുസ്ലിങ്ങൾ അമ്പിയാ ഔലിയാക്കളോടും മറ്റും നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയല്ല. കാരണം അമ്പിയാക്കളും ഔലിയാക്കളും ആരാധ്യരല്ല. മുഅ്മിനുകളായ നാം അപ്രകാരം വിശ്വസിക്കുന്നവരുമല്ല. പ്രാർത്ഥനയ്ക്ക് ചില മര്യാദകളുണ്ട്. അതിൽപ്പെട്ടതാണ് പ്രാർത്ഥനയുടെ ആദ്യവും അവസാനവും അള്ളാഹുവിനെ സ്തുതിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുകയും ചെയ്യൽ. പ്രാർത്ഥനയുടെ ആമുഖമായി എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യൽ, സൽക്കർമ്മങ്ങളെയോ സദ്വൃത്തരെയോ മുൻനിർത്തി പ്രാർത്ഥിക്കൽ തുടങ്ങിയവ. ഒരു അന്ധനായ സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന ഓർക്കുമല്ലോ. പാഠം 8. ഇൽമുൽ ഗൈബ്. സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഗൈബ് എന്ന് പറയുന്നത്. അള്ളാഹു അല്ലാതെ മറ്റാരും ഗൈബ് അറിയുകയില്ല. അള്ളാഹു പറയുന്നു, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. സൂറത്തുൻ നംൽ 65. അമ്പിയാക്കൾ, ഔലിയാക്കൾ എന്നിവരിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ ഗൈബിനെ അറിയിച്ചു കൊടുക്കും. ഖിയാമത്ത് നാൾ വരെ ലോകത്ത് സംഭവിക്കുന്ന നിരവധി കാര്യങ്ങളെ വിവിധ സന്ദർഭങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചത് അള്ളാഹു ഗൈബ് അറിയിച്ചതിൻ്റെ തെളിവാണ്. ഖളിർ അലൈഹിസ്സലാം ഗൈബിയായ പല കാര്യവും മൂസാ അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുത്തതായി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ഈസാ അലൈഹിസ്സലാം പറയുന്നു, നിങ്ങൾ ഭക്ഷിച്ചതെന്താണെന്നും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചതെന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതുപോലെ പല പ്രവാചകന്മാരും ഗൈബിയായ പല കാര്യങ്ങളും പ്രവചിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവിന് മറഞ്ഞ കാര്യം അള്ളാഹു അറിയിച്ചു കൊടുത്തതായി ഖുർആൻ വന്നിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, وأوحينا إلى أم موسى أن أرضعيه فإذا خفت عليه فألقه في اليم
فألقه في اليم ولا تخافي ولا تحزني إنا رادوه إليك وجاعلوه من المرسلين. സൂറത്തുൽ ഖസസ് 7. സാരം: മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മാതാവിന് നാം സന്ദേശം നൽകി, കുട്ടിക്ക് നീ മുലയൂട്ടുക. കുട്ടിയെ ഫിർഔൻ കൊന്നുകളയുമോ എന്ന് നീ ഭയപ്പെട്ടാൽ കുട്ടിയെ നൈൽ നദിയിൽ ഇടുക. നീ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല. നിശ്ചയം അവനെ നാം നിന്നിലേക്ക് തിരിച്ചു നൽകുകയും അവനെ പ്രവാചകരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. സൂറത്തുൽ ഖസസ് 7. മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, നൈൽ കുട്ടിയെ കടപ്പുറത്തിടും, എൻ്റെയും കുട്ടിയുടെയും ശത്രു കുട്ടിയെ എടുക്കും. സൂറത്തു താഹ 39. കുട്ടിയെ നൈൽ കടപ്പുറത്തേക്കിടും, ഫിർഔൻ കുട്ടിയെ എടുക്കും, കുട്ടിയെ തിരിച്ചു കിട്ടും, കുട്ടി മുർസലിൽപ്പെട്ട ആളാണ് എന്നീ വിവരങ്ങൾ എല്ലാം മറഞ്ഞ കാര്യങ്ങളാണ്. ഇതെല്ലാം അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങളാണ്. പേർഷ്യയിൽ നഹാവന്തിൽ ശത്രുക്കളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം സൈന്യത്തിൻ്റെ നായകനോട് മദീനയെ പള്ളിയിൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ. നഹാവന്ത് പട്ടണത്തിൽ പർവ്വതനിരയുടെ ഒരു ഭാഗത്തിലൂടെ ഇരച്ചു കയറാൻ ശ്രമിക്കുന്ന ശത്രു സൈന്യത്തെ കണ്ടത് കൊണ്ടായിരുന്നു പർവ്വത ഭാഗം ശ്രദ്ധിക്കൂ എന്ന് സാരിയത്തിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു എത്രയോ അകലെ നിലകൊള്ളുന്ന നഹാവന്തിലെ ആ സംഭവം കണ്ടതും സാരിയ നിർദ്ദേശം കേട്ടതും അള്ളാഹു അവർക്ക് നൽകിയ ഇൽമുൽ ഗൈബ് അഥവാ അദൃശ്യജ്ഞാനം കൊണ്ടാണ്. പ്രവാചകരിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ഗൈബ് അറിയിച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ മുഅ്ജിസത്തുകളിൽ പെട്ടതാണ്. ഔലിയാക്കളിലും ഗൈബ് അറിയുന്നവരുണ്ടാവുമെന്നതിന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മേൽ പറഞ്ഞ ചരിത്രവും മൂസാ നബിയുടെ മാതാവിന് അള്ളാഹു നൽകിയ വഹിയും സാക്ഷിയാണ്. അമ്പിയാക്കളിൽ നിന്ന് മുഅ്ജിസത്തായി സംഭവിക്കുന്ന കാര്യങ്ങൾ ഔലിയാക്കളിൽ നിന്ന് കറാമത്തായി സംഭവിക്കാവുന്നതാണ്. ഫത്താവ റംലി 4/352. പാഠം 9. ഇജാസുൽ ഖുർആൻ. നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. അറബി ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം അന്ത്യനാൾ വരെയുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഇറക്കപ്പെട്ടതാണ്. അവസാനത്തെ ഗ്രന്ഥമാണ്. ഇതിനു മുമ്പ് 3 കിതാബുകളും 100 ഏടുകളും അവതരിപ്പിക്കപ്പെട്ടുവെങ്കിലും അവ അതാത് കാലത്തെ സമൂഹത്തിലേക്ക് മാത്രമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന 23 വർഷങ്ങളിലായാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഹിറാ ഗുഹയിൽ വെച്ച് സൂറത്തുൽ അലഖ് ആദ്യം മുതൽ മാലം യഅലം വരെയുള്ള ആയത്തുകൾ കൊണ്ടായിരുന്നു ഇതിൻ്റെ അവതരണാരംഭം. ലോകാവസാനം വരെ നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആൻ്റെ സംരക്ഷണം അള്ളാഹു തന്നെ ഏറ്റെടുത്തതാണ്. അള്ളാഹു തആല പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹാഫിളൂൻ. സൂറത്തുൽ ഹിജ്ർ 9. വിശുദ്ധ ഖുർആൻ പോലെയുള്ള ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ അതിലെ അധ്യായം പോലെയുള്ള ഒരധ്യായം കൊണ്ടുവരൂ എന്ന് ഖുർആനിൻ്റെ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നതാണ്. ലോകത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കുന്ന ഈ വെല്ലുവിളി 14 നൂറ്റാണ്ട് പിന്നിട്ടു. എന്നാൽ ഖുർആനിൻ്റെ ദൈവികത നിഷേധിക്കപ്പെടുന്നവർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഖുർആനെയും പ്രവാചകനെയും വിമർശിക്കാനായി നിലകൊണ്ടിരുന്ന വലീദ് ബിൻ മുഗീറ ഖുർആനിക വചനങ്ങൾ കേട്ടപ്പോൾ അതിൽ ആകൃഷ്ടനായി നിന്നു പോവുകയുണ്ടായത്. പിന്നീട് കൂട്ടുകാരായ അബൂജഹലിനോടും മറ്റും ചില കാര്യങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് അവൻ ചെയ്തത്. ഖുർആനിന് മുമ്പ് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ പലവിധ മാറ്റത്തിരുത്തലുകൾക്കും വിധേയമായി. എന്നാൽ അവസാന നാൾ വരെ ഒരു മാറ്റത്തിനും വിധേയമാവാതെ വിശുദ്ധ ഖുർആൻ നിലനിൽക്കുക തന്നെ ചെയ്യും. ഇത് ഖുർആനിൻ്റെ മറ്റൊരു അമാനുഷികതയാണ്. ആധുനിക ശാസ്ത്രം ഈ അടുത്ത കാലത്ത് മാത്രം പറഞ്ഞതും ഇനിയും പറയാത്തതുമായ ധാരാളം പ്രപഞ്ച സത്യങ്ങൾ വിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിച്ചു കഴിഞ്ഞതാണ്. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം, മനുഷ്യൻ്റെ ഉൽപ്പത്തി, സൂര്യൻ്റെ സഞ്ചാരം, ഭൂമിയുടെ ആകൃതി, ഗ്രഹങ്ങളുടെ സഞ്ചാര പദങ്ങൾ തുടങ്ങി ഖുർആൻ സ്പർശിക്കാത്ത പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ഒന്നും തന്നെയില്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭരണഘടന പലപ്പോഴും ഭേദഗതി ചെയ്തിട്ടുണ്ട്. പക്ഷേ 14 നൂറ്റാണ്ട് പിന്നിട്ട ഖുർആനിൽ ഒരു ഭേദഗതി പോലും ഇതുവരെ ആവശ്യമായി വന്നിട്ടില്ല, വരികയുമില്ല. ചില പ്രത്യേക വിവരങ്ങൾ
സൂറത്തുകളുടെ എണ്ണം 114. ഉമ്മുൽ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ, കൽബുർ ഖുർആൻ സൂറത്തു യാസീൻ, തൗഹീദിൻ്റെ സൂറത്ത് അൽ ഇഖ്ലാസ്, മക്കി സൂറത്തുൽ മക്കി 86, സൂറത്തുൽ മദനി 28, സുലുസുൽ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസ്. പാഠം 10. അൽ ജിന്നു ഷെയ്ത്താനു. വിശാലമായി ഈ പ്രപഞ്ചം നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്രയെത്ര സൃഷ്ടിജാലങ്ങൾ കരയിലും കടലും ജീവിക്കുന്നു. എണ്ണിയാലൊടുങ്ങാത്ത ജീവികൾ. നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയുന്ന ജീവികൾ പോലെ തന്നെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാത്ത അതിസൂക്ഷ്മമായ വേറെയും ധാരാളം ജീവികളുണ്ട്. മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ അവയെ നമുക്ക് കാണാം. എന്നാൽ ഇത്തരം ആധുനിക ഉപകരണങ്ങളുടെ പിൻബലത്തോടെയും കാണാത്ത സൃഷ്ടികളാണ് ജിന്നുകളും പിശാചുക്കളും. അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ. വിവിധ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ അവർക്ക് കഴിയും. പ്രയാസകരമായ ജോലികൾ നിഷ്പ്രയാസം ചെയ്തു തീർക്കാൻ അവർക്ക് സാധിക്കും. സ്ത്രീകളും പുരുഷന്മാരും അവരിലുണ്ട്. സന്താന പരമ്പരയും അവർക്കുണ്ട്. അവർ നമ്മളെ കാണും. സാധാരണഗതിയിൽ അവരെ കാണാൻ നമുക്ക് കഴിയില്ല. മനുഷ്യരെ പോലെ മതനിയമങ്ങൾ അവർക്കും ബാധകമാണ്. വിശ്വാസികളും അവിശ്വാസികളും അവരിലുണ്ട്. സദ്വൃദ്ധരും അല്ലാത്തവരും അവരിലുണ്ട്. ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ഷെയ്ത്താൻമാർ അഥവാ പിശാചുക്കൾ. അവരിലെ ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയുമാണ് ഇബ്ലീസ്. പിശാച് മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നു. തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും സൽക്കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. ഷെയ്ത്താനായ ഇബ്ലീസ് പറയുന്നു, ഫബിഇസ്സതിക ലഅഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. സൂറത്തു സാദ് 82-83. നിന്റെ പ്രതാപം തന്നെ സത്യം. നിശ്ചയം അവരെ മുഴുവൻ ഞാൻ വൈഭവിപ്പിക്കും, ശുദ്ധീകരിക്കപ്പെട്ട നിന്റെ ദാസന്മാരൊഴികെ. ജിന്നും പിശാചും ഒരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഷെയ്ത്താൻ നമ്മുടെ ശത്രുവാണ്. അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നാം അള്ളാഹുവിനോട് എപ്പോഴും അഭയം തേടണം. ഖുർആൻ പറയുന്നു, ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. സൂറത്ത് യൂസുഫ് 5. നിശ്ചയം പിശാച് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. പാഠം 11. അൽ ബിദ്അത്തു. അല്ലാഹു തആല പരിശുദ്ധ ഇസ്ലാമിനെ സമ്പൂർണ്ണമാക്കിയ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അല്ലാഹു തആല പറയുന്നു, اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. സൂറത്തുൽ മാഇദ 3. നിങ്ങളുടെ മതം ഇന്ന് നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തരികയും നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം ഞാൻ പൂർണ്ണമാക്കി തരികയും ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. പൂർണ്ണമായ ദീനിൽ ഒന്നും കൂട്ടിച്ചേർക്കാനോ ഒഴിവാക്കാനോ മാറ്റം വരുത്താനോ ഇല്ല. ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, സഹാബത്തിൻ്റെ പ്രസ്താവന ഇവയിൽ ഏതെങ്കിലും ഒന്നിനോട് വിരുദ്ധമായ നിലയിൽ നിർമ്മിക്കപ്പെട്ട കാര്യത്തിനാണ് സാങ്കേതികമായി ബിദ്അത്ത് അഥവാ അനാചാരം എന്ന് പറയുക. അത് കുറ്റകരവും വൈകേടുമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. മുത്തഫഖുൻ അലൈഹി. നമ്മുടെ ഈ മതകാര്യത്തിൽ പെട്ടതല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. എല്ലാ പുതിയ കാര്യങ്ങളും തള്ളപ്പെടണമെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിൽ പെട്ടതല്ലാത്ത പുതിയ കാര്യങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് തള്ളപ്പെടേണ്ടതെന്ന് ഈ നബി വചനം വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഖുർആനിൽ നാം കാണുന്ന ഹർക്കത്തും പുള്ളിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളതല്ല. അത് പിൽക്കാലത്തുണ്ടാക്കിയ പരിഷ്കരണമാണ്. പള്ളികളിൽ കാണുന്ന മിനാരങ്ങളും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മിഹ്റാബും പിൽക്കാലത്ത് നിലവിൽ വന്നതാണ്. മദ്രസകൾ, യതീംഖാനകൾ മുതലായ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളതല്ല. എന്നാൽ ഇവയൊന്നും ഖുർആനിനും ഹദീസിനും എതിരില്ലാത്തതിനാൽ തള്ളിക്കളയുന്നില്ല. മറിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ മിൻ ബഅദിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഅ. മുസ്ലിം. ഇസ്ലാമിൽ ഒരു നല്ല കാര്യം ആരെങ്കിലും നടപ്പാക്കിയാൽ അവൻ അതിൻ്റെ പ്രതിഫലം ഉണ്ട്. അവൻ്റെ ശേഷം അത് പ്രവർത്തിച്ചവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറയാതെ തത്തുല്യമായി പ്രതിഫലവും അവനുണ്ട്.
നിസ്കാരവും ഖുതുബയും അറബി ഭാഷയിലാണ് നബിയും സഹാബത്തും നിർവഹിച്ചത്. അത് മറ്റു ഭാഷയിലാക്കൽ ബിദ്അത്താണ്. കേവലം 5 കിലോമീറ്റർ ദൂരം വരുന്ന യാത്രയിലും കസറാക്കി നിസ്കരിക്കാമെന്ന വാദവും ബിദ്അത്ത് തന്നെ. നബിയുടെ ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഭാഷാർത്ഥ പ്രകാരം ബിദ്അത്ത് എന്ന് പറയപ്പെടും. അതനുസരിച്ച് ബിദ്അത്ത് 2 വിധമുണ്ട്: ബിദ്അത്തുൻ ഹസന, ബിദ്അത്തുൻ ളലാല. ഖുർആൻ, ഹദീസ്, ഇജ്മാ, സഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ ബിദ്അത്തുൻ ളലാലത്താണ്. പാഠം 12. അൽ യൗമുൽ ആഖിറു. ഇഹലോകം, പരലോകം എന്നിങ്ങനെ 2 ലോകമുണ്ട്. ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. നാം ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന മുഴുവൻ അമലുകൾക്കും അർഹമായ പ്രതിഫലം നൽകപ്പെടുന്നത് പരലോകത്ത് വെച്ചാണ്. പരലോക വിശ്വാസമാണ് നമ്മെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നതും. ഒരു നാൾ ഈ ലോകം നശിക്കും. ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയായി അള്ളാഹു മാറ്റും. സർവ്വജീവികളെയും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും. ഓരോരുത്തരും ചെയ്ത നന്മയും തിന്മയും അതെത്ര ചെറുതായാലും അവിടെ നിന്ന് കാണിക്കപ്പെടും. അർഹമായ പ്രതിഫലം ലഭിക്കും. സൽക്കർമ്മികളായ സത്യവിശ്വാസികൾക്ക് സ്വർഗവും അല്ലാത്തവർക്ക് നരകവും അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്വർഗാവകാശികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഈ ലോകം അവസാനിക്കുന്ന ദിവസം എന്നാണെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. അതിൻ്റെ ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉലമാക്കൾ മരിച്ചു പോവുക, വ്യഭിചാരം, മദ്യപാനം, ചൂതാട്ടം, ചൂഷണം, കൊള്ള, കൊല, അറിവില്ലായ്മ മുതലായവ അധികരിക്കുക, പള്ളികളിൽ ശബ്ദം ഉയരുക, അനർഹരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുക, മുൻഗാമികളെ പിൻഗാമികൾ ശപിക്കുക, ഉമ്മയെ വെറുപ്പിക്കുക, പിതാവിനെ അകറ്റി ചങ്ങാതിമാരെ അടുപ്പിക്കുകയും ഇവ അതിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സ്വത്തുക്കൾ അധികരിച്ചു, എല്ലാ ഭാഗത്തിൽ കൂടിയും അത് കവിഞ്ഞു ഒഴുകുകയും അറബ് നാടുകളിൽ തോട്ടങ്ങളും കൃഷിയിടങ്ങളും നദികളും ആയി മാറുന്നതും വരെയും ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. മുസ്ലിം. ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടൽ, ദജ്ജാൽ പുറപ്പെടൽ, ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങിവരൽ, ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കൊല്ലൽ, യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടൽ, ദാബത്തുൽ അർളി എന്ന അത്ഭുത മൃഗം വരൽ, സൂര്യൻ അസ്തമന സ്ഥാനത്ത് നിന്ന് ഉദിക്കൽ, യമനിൽ നിന്ന് ഭയങ്കരമായ ഒരു തീ പുറപ്പെടൽ, മശ്രിഖ് മഗ്രിബിൻ്റെ ഇട നിറക്കുന്ന ഒരു പുക ഉണ്ടാവൽ. ഈ പുക 40 ദിവസം നീണ്ടു നിൽക്കും. അന്ന് മുഅ്മിനുകൾ ജലദോഷം പിടിപെട്ടവരെ പോലെയും കാഫറുകൾ മത്ത് പിടിപെട്ടവരെ പോലെയുമാവും. ഇവയെല്ലാം ഖിയാമത്ത് നാളിനോട് വളരെ അടുത്തുണ്ടാവുന്ന ചില പ്രധാന അടയാളങ്ങളാണ്. പാഠം 13. അർ-റിദ്ദത്തു. അള്ളാഹു നമ്മളെ മുസ്ലിങ്ങളാക്കിയത് അവൻ നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. എന്നാൽ മുസ്ലിങ്ങളാണെന്ന് കരുതി നാം അഹങ്കരിക്കുകയോ വഞ്ചിതരാവുകയോ ചെയ്യരുത്. മുസ്ലിങ്ങളായി മരണപ്പെട്ടാൽ മാത്രമേ നമുക്ക് പരലോകത്ത് രക്ഷയുള്ളൂ. ഈമാൻ നഷ്ടപ്പെടുന്നതിനെ നാം എപ്പോഴും സൂക്ഷിക്കണം, ഭയപ്പെടണം. നമ്മുടെ മുൻഗാമികൾ എത്ര വലിയ ഭക്തരായിരുന്നു, എന്നിട്ട് പോലും ഈമാൻ തെറ്റുന്നതിനെക്കുറിച്ച് എപ്പോഴും അവർ ഭയപ്പെട്ടിരുന്നു. പ്രവാചകന്മാർ പോലും മുസ്ലിമായി മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് കാണുക. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. സൂറത്ത് യൂസുഫ് 101. മഹാനായ അബു ഹഫ്സുൽ ഹദ്ദാദ് റഹിമുല്ലാഹ് പറയുന്നു, വിഷം മരണത്തിന് കാരണമാകുന്നത് പോലെ ദോഷങ്ങൾ ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാകും. അതിനാൽ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് എപ്പോഴും വിട്ടുനിൽക്കുകയും ഈമാൻ രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിക്കുകയും വേണം. പൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നത് റിദ്ദത്ത് അഥവാ മതത്തിൽ നിന്ന് പുറത്തു പോകൽ എന്ന് പറയപ്പെടും. സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായതാണ് റിദ്ദത്ത്. ഒരാൾ മതത്തിൽ നിന്ന് പുറത്തായ നിലക്ക് മരണപ്പെട്ടാൽ അവൻ ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും.
അവൻ ശാശ്വതമായി നരകത്തിൽ വസിക്കും. അവൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയോ മുസ്ലിം ഖബർസ്ഥാനിൽ മറവ് ചെയ്യുകയോ ചെയ്യാവതല്ല. അള്ളാഹു പ്രവാചകരെയോ നിഷേധിക്കുക, ഫർലാക്കപ്പെട്ട നിസ്കാരത്തെ നിഷേധിക്കുക, ഒരു മുസ്ലിമിനെ കാഫിറാക്കുക, വിവാഹം, കച്ചവടം തുടങ്ങി ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾ അനുവദനീയമല്ലെന്ന് പറയുക, മദ്യപാനം, വ്യഭിചാരം, പലിശ മുതലായവ ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ അനുവദനീയമാണെന്ന് പറയുക, ഖുർആൻ എഴുതപ്പെട്ട വസ്തു മാലിന്യത്തിൽ ഇടുക തുടങ്ങിയവ യുദ്ധത്തിൽപ്പെട്ടതാണ്. സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യുക, അമുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളിലേക്ക് അവരുടെ വേഷമണിഞ്ഞ് പോവുക, ഇസ്ലാം ശരീഅത്തിനെ എതിർക്കുക, അതിൽ ഭേദഗതി ആവശ്യപ്പെടുക തുടങ്ങിയവയും യുദ്ധത്തിൽപ്പെട്ടത് തന്നെ. മുർത്തദ്ദായവൻ വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ 2 ഷഹാദത്ത് കലിമ വ്യക്തമായി പറയലോടുകൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തദ്ദായത് അതിൽ നിന്നും മടങ്ങി എന്ന് സമ്മതിച്ചു പറയുകയും വേണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഇന്നി ബരീഉം മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ദീനൽ ഇസ്ലാം എന്നാണ് മുർത്തദിൻ്റെ ഷഹാദത്ത് കലിമ.